ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സ്നാക്സ് ആയാലോ? അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. അമ്പാടിക്ക് ഉരുളക്കിഴങ്ങ് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും കഴിച്ചോളും. വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങിനെ നമുക്ക് പെട്ടെന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം. അമ്പാടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും തയ്യാറാക്കണം, അതിനാണ് സ്പീഡിൽ ചെയ്യുന്നത്. കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിലടിച്ചിട്ട് അതിനെ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിനാണ് നന്നായിട്ട് വേവിക്കേണ്ടത്. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അതുകൂടാതെ 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി പാനിൽ എണ്ണ ഒഴിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പാണ് ആക്കിയിരിക്കുന്നത്. അടിഭാഗം നന്നായി പൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി പൊരിച്ചെടുക്കുക. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 10 മിനിറ്റിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അമ്പാടി വന്നപ്പോൾ വൈകുന്നേരം ചായക്ക് കൊടുത്തു. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടും. നിങ്ങളും ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അമ്പാടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സ്നാക്സിന് സ്കൂളിലേക്ക് ഇതുണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.